അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് രാജ്യം. 25 വർഷത്തിനിടെ രാജ്യത്തെ ഞെട്ടിച്ച് 4 ആകാശ ദുരന്തങ്ങളാണ് ഉണ്ടായത്. 1996 ഹരിയാനയിലെ ചർക്കി ദാദ്രിയിലുണ്ടായതാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിമാനാപകടം. 1962 ജൂലൈ 21 സിഡ്നിയിൽ നിന്നുള്ള അലിറ്റാലിയ വിമാനം മുംബൈയുടെ വടക്ക് കിഴക്ക് കുന്നിൽ തകർന്നു വീണ് 94 പേർ മരിച്ചു. തൊട്ടടുത്ത വർഷം ജൂലൈ 28 യുണൈറ്റഡ് അറബ് എയർലൈൻസ് മുംബൈ വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട് 63 പേർ മരിച്ചു. 1966 ഫെബ്രുവരി 7 ജമ്മു കശ്മീരിലെ ബനിഗൽ പാസിൽ ഫോക്കർ ഫ്രണ്ട്ഷിപ്പ് വിമാനം തകർന്നു വീണ 39 പേർക്ക് ജീവൻ നഷ്ടമായി. 1970 ഓഗസ്റ്റ് 29 അസമിലെ സിൽച്ചറിലുണ്ടായ അപകടത്തിൽ 39 പേർ മരിച്ചു. 1972 ഓഗസ്റ്റ് 11 ഇന്ത്യൻ എയർലൈൻസിന്റെ ഫോക്കർ ഫ്രണ്ട്ഷിപ്പ് വിമാനം തകർന്നു വീണ് 18 പേരാണ് കണ്ണീരോർമ്മയായത്. 1973 മെയ് 31 ഇന്ത്യൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം ഡൽഹിയിൽ തകർന്നു വീണ് 48 പേർക്ക് ജീവൻ നഷ്ടമായി. 1976 ഒക്ടോബർ 12 മുംബൈയിൽ നിന്ന് ചെന്നൈക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിന്റെ കാരവൽ വിമാനം തീപിടിച്ച് തകർന്നു. മലയാളികളടക്കം 95 മരണം. 1978 ജനുവരി 1 ബാന്ദ്രയ്ക്കടുത്തുണ്ടായതാണ് മറ്റൊരു ആകാശ ദുരന്തം. 213 പേർക്കായിരുന്നു ദാരുണാന്ത്യം. ഇതേ വർഷം നവംബർ 19 ലേയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്ന് 79 പേർ മരിച്ചു. 1988 ഒക്ടോബർ 19 അഹമ്മദാബാദ് വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ 131 പേർക്ക് ജീവൻ നഷ്ടമായി. 1990 ഫെബ്രുവരി 14 മുംബൈയിൽ നിന്നുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനം ബംഗളൂരുവിൽ തകർന്നു വീണ് 92 പേർ മരിച്ചു. 1996 നവംബർ 12 ഹരിയാനയിലെ ചർക്കി ദാദ്രയിലുണ്ടായ വിമാന ദുരന്തത്തിൽ 349 പേരെയാണ് നഷ്ടമായത്. 2000 അലയൻസ് എയർ ഫ്ലൈറ്റ് പട്ന വിമാനത്താവളത്തിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിലേക്ക് ഇടിച്ചുകയറി 60 പേർ മരിച്ചു. 2010 മെയ് 22 മംഗലാപുരത്തുണ്ടായ വിമാന ദുരന്തത്തിൽ 158 പേർ മരിച്ചു. 2020 ഓഗസ്റ്റ് 7 രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തകർന്നത് കേരളക്കരയെ ഞെട്ടിച്ചു. അപകടത്തിൽ 21 പേർ മരിച്ചു. 65 വർഷത്തിനിടെ രാജ്യത്ത് 19 വിമാനാപകടങ്ങളാണ് ഉണ്ടായത്. ഏകദേശം 1449 പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട്. റിസർച്ച് ഡെസ്ക് 24.